ഇനി ഇതുപോലെ തന്നെ ഇതിന്മേൽ എന്ത് ചെയ്യണം? ഇതിന്മേൽ നമ്മൾ മാറ് ഉണ്ടാക്കണം. അപ്പൊ ഒരു പീസ് എടുത്തിട്ട് ഒരു മാറ് വെച്ച് കൊടുക്കണം. ചെറിയ പീസ് എടുക്കണം. മാറ് കൊടുക്കുക. ഒരു ചെറിയ പീസ് എടുത്തിട്ട് മാറ് കൊടുക്കണം. മാറ് കൊടുക്കണ ഈ രീതിയിലൂടെ മാറിന് നമ്മള് ഹുക്കിന് നമ്മളൊരു നൂലേറ്റ് മെഷീനിൽ തന്നെ ഒരു കൈ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട്, കൊളുത്താനുള്ള സാധനം. അപ്പൊ അതുണ്ടാക്കുന്ന എങ്ങനെ കാണിച്ചു തരാം. മാറുക, ഒരു 1.5 ഇഞ്ച് കയറ്റി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഉള്ളുവശത്ത് നിന്ന് പുറത്തോട്ടാണ് മാറുണ്ടാക്കുന്നത്. മാറിന് ഇങ്ങനെ പുറത്തു വശത്തോട്ട് ഇനി നമുക്ക് 1 ഇഞ്ച് വീതി വേണം മാറ്. ബാക്കിയുള്ളത് ഉള്ളിലേക്ക് തുണ്ടും മടക്കി കൊടുക്കുക. ഇട്ടുണ്ടെങ്കിൽ വേറെ തുമ്പുണ്ടെങ്കിൽ വെട്ടിക്കളയുക, അല്ലെങ്കിൽ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. മാറാണിത്. മാറെടുക്കേണ്ടത് ശ്രദ്ധിക്കുക. താഴെന്ന് അങ്ങനെ തുടങ്ങുക. 2 ഉപ്പ് വേണം നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു ഉപ്പിന്റെ ഇവിടെ ഉപ്പ് ഇടുന്ന 2 മതിയോ? 2 ഉപ്പ് മതി. 2 ഉപ്പിന് ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഉപ്പിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ഒരു കെട്ടിട്ട് വെക്കുക. ഇല ഒന്നിങ്ങനെ നമ്മൾ മാറിന്റെ വശത്തേക്ക് തിരിച്ചു എടുത്തിട്ട് ഇനി ഓപ്പോസിറ്റ് ചെരുപ്പ് ഇങ്ങോട്ട് തിരിക്കുക. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് നിർത്തുക. അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക. ഇനി നേരെ അടിച്ചെടുക്കുക ഈ മാർക്കിന്റെ വഴി. അതുപോലെ തന്നെ ഈ സിമ്പിള് നമ്മൾ ഇതിലേക്ക് മടക്കി കൊടുക്കുക. നമ്മൾ ഉക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിന്റെ മാർക്ക് നോക്കിയിട്ട് ഇതാ ഈ മാർക്കിനനുസരിച്ച് ഇവിടെ മാർക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഇവിടെ ഉക്ക് വെച്ച് കൊടുക്കുക. ഈ മാർക്കിന് ഒരു ഉക്ക് വെച്ച് കൊടുക്കുക. റെഡിയായി. ഇതുണ്ട് ഉക്കിന് ഇവിടെ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലാണ് ഉക്ക് കൊളുത്തുന്നത്. അപ്പൊ നമ്മൾ ഇത് മൈ ഉണ്ടാക്കണ്ട, ഉക്ക് മാത്രം തുന്നിയാൽ മതി. ഇനി നമ്മളെ റിഗാർഡ് വേണമെങ്കിൽ ഇത് പൈപ്പിംഗ് ഇട്ടിട്ട് മറിച്ച് കൊടുക്കുക. ഇതിന്റെ ഡബിൾ തുണിന്റെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് അടിച്ചു മറിച്ചാൽ മതി. അടിച്ചു മറിക്കലെങ്കിൽ കളിച്ചു തരാം. നേരെ തിരിച്ചു പിടിക്കുക. ഉള്ളിലേക്ക് നല്ല വശത്തോട്ട് ഉള്ളിലേക്ക് ഇട്ട് പിടിച്ചിട്ട് ഇതാ തുമ്പ് രണ്ടും കൈ വരുന്നില്ല. കൈ വരാത്തതുകൊണ്ട് നമ്മൾ റിഗാർഡിനെ അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് കഴുത്ത് കടിച്ചു മറിച്ചത് പോലെ തന്നെ ഇതിനങ്ങനെ അടിച്ചു മറിച്ചെടുക്കുക. നല്ല ഫിനിഷിങ് ഉണ്ടാവും. വേണമെങ്കിൽ ചവിട്ടൽ കൈ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രസ് അടി കൊടുക്കുക. കഴുത്തിനൊക്കെ അടിച്ചതുപോലെ തന്നെ ഒരു പ്രസ് അടി കൊടുത്താൽ ഇത് പൈപ്പിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കുട്ടികൾക്ക് കുത്തൂല. കണ്ടോ? ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഷോപ്പ് പൊട്ടിയാൽ മതി. കൈയില്ലാത്തതുകൊണ്ട് റിഗാർഡ് നമ്മൾ അടിച്ചു മറിച്ചു. പൈപ്പിങ്ങിന് പകരം ഡബിൾ ക്ലോത്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഡബിൾ ക്ലോത്ത് ഇട്ടുകൊണ്ട് നമ്മുടെ അടിച്ചു മറിച്ച് പോയി. ഇനി അതുപോലെ തന്നെ തുമ്പുണ്ടെങ്കിൽ ഒപ്പം പൊട്ടി ലെവലാക്കണം.
രണ്ട് തുമ്പിന് ഒപ്പം വെട്ടി റെഡിയാക്കിയെടുക്കുക. ഇനി അത് പിടിക്കുക. ഇതുപോലെ തന്നെ ഉള്ളിലോട്ട് ഓപ്പോസിറ്റ് ആക്കി പിടിക്കുക. രണ്ട് തുമ്പ് ഒപ്പം വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒപ്പം വെച്ച് കൊടുത്താൽ മതി. 1/4 ഇഞ്ച് തുമ്പിന് രണ്ട് തുമ്പൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ അടിച്ച് മുറിച്ചെടുക്കുക. ചെറിയ രീതിയിൽ വെട്ടിട്ട് കൊടുക്കുക. അടിച്ചു മുറിക്കുക. അടിച്ചു കഴിഞ്ഞു നമ്മൾ മറിച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് ചെയ്ത പോലെ തന്നെ ഒരു പ്രസ് അടി കൊടുക്കുക. ബാക്ക് പാർട്ട് റെഡിയായി. ഇനി നമ്മൾ മാറുന്ന ബണ്ടിന് ഇവിടെ വന്ന് ഇഞ്ചോടെ നമ്മൾ കയറ്റി ബാക്ക് പീസ് രണ്ടും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബട്ടിൻസിന്റെ മാർക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് കയറ്റിട്ട് കൊടുക്കുക. ഇവിടെ നല്ലോണം പ്രസ് ചെയ്ത് കെട്ടിട്ട് അടിച്ചു കൊടുക്കുക. അപ്പൊ ബാക്ക് പീസ് കഴുത്ത് റെഡി, കൈ ഇല്ലാത്തതുകൊണ്ട് റിഗാർഡ് റെഡി, മാറുന്നുള്ള ഉക്ക് റെഡി, കൊളുത്താനുള്ള ഐ റെഡി. ഇനി രണ്ട് കൊളുത്ത് വെച്ചാൽ സിബിന് പകരം 2 കൊളുത്ത് വന്ന് ബാക്ക് പീസ് റെഡിയായി. ബാക്ക് പീസ് വെച്ചു. ഇനി അതുപോലെ തന്നെ ഫ്രണ്ടിന് എടുക്കുക. രണ്ടിന്റെ തുമ്പും ഒന്ന് ഫ്രണ്ടിനോടൊപ്പം മെയിൻ പീസാണ് ഫ്രണ്ട്. അതിനോടൊപ്പം തുമ്പൊക്കെ ബാക്കി എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കിട്ട് കൊടുക്കുക. ഇനി ബാക്ക് ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് ഒരു ഭാഗം ഓപ്പോസിറ്റ് ആക്കിയിട്ട് പിടിക്കുക. ഇത് റിഗാൾ ഭാഗമാണ്, കൈയില്ലാത്തതുകൊണ്ട് നമ്മൾ അടിച്ചു മറിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. രണ്ടുകൂടെ ഒരുമിച്ച് ഒരേ തുമ്പില് ഒരേപോലെ വലിയ പോലത്തെ വലിയാതെ ഇങ്ങനെ അടിച്ചു മറിക്കുക. മറിച്ചു കൊടുക്കുക. മേലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും മറ്റേ സൈഡും തിരിച്ചു പിടിക്കുക. അതുപോലെ തന്നെ 1/4 ഇഞ്ച് തുമ്പ് ഇത് ഒരേപോലെ വലിയ പോവാതെ വലിയ രണ്ട് തുണി ഒരേ